നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് ശേഷം CPM നേതൃത്വം വലിയ ആശയക്കുഴപ്പത്തിലും അമർഷത്തിലുമാണ്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ധാർഷ്ട്യവും ഭരണപരാജയങ്ങളും ജനവിരുദ്ധ നയങ്ങളും മുസ്ലിം പ്രീണനവും നേതാക്കളുടെ അഴിമതികളും അണികളുടെ അക്രമങ്ങളുമാണെന്ന വസ്തുത അംഗീകരിക്കാതെ SNDP യോഗത്തിനും അതിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും കുടുംബത്തിനുമെതിരെ നിരന്തരം കടന്നാക്രമണം നടത്തുകയാണ് CPM നേതൃത്വം. ഇതിൻ്റെ തുടർച്ചയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പത്തനംതിട്ടയിൽ നടത്തിയിരിക്കുന്ന ശകാരവും ഭീഷണിപ്പെടുത്തലും. വെള്ളാപ്പള്ളി SNDPയെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്നും ഈ നീക്കത്തെ ഇടതുപക്ഷം അതിശക്തമായി എതിർക്കണമെന്നുമാണ് ഗോവിന്ദൻ അണികളെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ ഭാര്യ ആലപ്പുഴയിൽ BJPക്ക് വേണ്ടി പ്രചാരണം നടത്തി. സംസ്ഥാനമൊട്ടാകെ LDFന് ലഭിക്കേണ്ട വോട്ടുകളിൽ ചോർച്ചയുണ്ടായി. ഈഴവ വോട്ടുകൾ നല്ലൊരു ശതമാനം BDJS വഴി BJPയിലെത്തി എന്നൊക്കെയാണ് MV ഗോവിന്ദൻ പരാതിപ്പെടുന്നത്. അതേസമയം ഇതേ നാവ് കൊണ്ട് തന്നെ 19 മണ്ഡലങ്ങളിലും തോറ്റെങ്കിലും LDFൻ്റെ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചുവെന്നാണ് ഗോവിന്ദൻ്റെ കണ്ടുപിടുത്തം. വൻ പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും LDF ഉയർത്തിയ വിഷയങ്ങളെ പിന്തുണയ്ക്കുന്നവരാണ് കേരളത്തിലെ 80% ജനങ്ങളുമെന്നാണ് ഈ നേതാവിൻ്റെ അവകാശവാദം. പ്രത്യയശാസ്ത്ര വിശാരദനെന്ന മട്ടിൽ വിഡ്ഢിത്തം വിളമ്പുന്ന ആളെന്ന പ്രതിച്ഛായ ഇപ്പോൾ തന്നെ ഗോവിന്ദനുണ്ട്. സിൽവർ ലൈൻ കൊണ്ടുവരുന്നത് കണ്ണൂരിലെ സ്ത്രീകൾക്ക് എറണാകുളത്ത് അപ്പം കൊണ്ടുവന്ന് വിൽക്കുന്നതിനാണെന്ന് ഈ നേതാവിൻ്റെ വിശദീകരണം കുപ്രസിദ്ധമാണല്ലോ. എന്നാൽ പാർട്ടിയുടെ തോൽവിക്ക് വെള്ളാപ്പള്ളിയെ കടന്നാക്രമിക്കുന്ന രീതി ഇതിൽപ്പെടുത്താനാവില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതു മുതൽ തുടങ്ങിയതാണ് SNDPക്കും വെള്ളാപ്പള്ളിക്കുമെതിരായി CPM നേതാക്കളുടെ കുതിരകയറ്റം. പാർട്ടിയുടെ സംസ്ഥാന സമിതിയും സെക്രട്ടേറിയറ്റും ചേർന്ന് പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം വെള്ളാപ്പള്ളി നടേശനിൽ വെച്ചുകെട്ടാനുള്ള ശ്രമം നടന്നു. പാർട്ടിയുടെ ഈഴവ വോട്ടുകൾ ചോർന്നു. അത് BJPക്ക് പോയി എന്നാണ് CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. SNDPയാണ് ഇതിന് ഉത്തരവാദി അത്രേ. ഈഴവ സമുദായത്തിൻ്റെ വോട്ടിൽ CPMന് അട്ടിപ്പേറവകാശമൊന്നും ആരും പതിച്ചു നൽകിയിട്ടില്ല. വ്യക്തികളെന്ന നിലയ്ക്കും പൗരന്മാരെന്ന നിലയ്ക്കും ഏത് തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഈഴവ സമുദായത്തിൽപ്പെട്ടവർക്കുണ്ട്. ഇതിനു മുൻപും ഈഴവ സമുദായം മാറി ചിന്തിച്ചതുകൊണ്ട് തെരഞ്ഞെടുപ്പുകളിൽ തോറ്റ ചരിത്രമുണ്ട്. CPMന് അന്നൊന്നുമില്ലാത്ത രോഷപ്രകടനം ഇപ്പോഴുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? BJPക്ക് വോട്ട് ചെയ്തതാണെങ്കിൽ അതിനും CPMൻ്റെ അനുമതി വേണ്ട. AKG സെൻറ്ററിലെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഈഴവർക്കടക്കമുള്ള പിന്നാക്ക സമുദായങ്ങളെ നിയന്ത്രിക്കാമെന്ന വ്യാമോഹം ഇനിയുള്ള കാലം CPMന് വേണ്ട. CPMൻ്റെയും ഇടതുമുന്നണിയുടെയും ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ കാരണങ്ങളിലൊന്ന് മതന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിൻ്റെ ധ്രുവീകരണമാണ്. കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെ പോലും കടത്തിവെട്ടുന്ന മുസ്ലിം പ്രീണനമാണ് CPM നടത്തിയത്. ദേശീയ തലത്തിൽ CPM ഒന്നുമല്ലെന്നറിയാവുന്ന മുസ്ലിങ്ങൾ പാർട്ടിയെയും മുന്നണിയെയും കൈയൊഴിഞ്ഞു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതുതന്നെയാണ് സംഭവിച്ചത്. പാലസ്തീനിലെ ഇസ്ലാമിക ഭീകര സംഘടനയായ ഹമാസിനെ പിന്തുണയ്ക്കുന്നതുൾപ്പെടെ അന്നത്തേക്കാൾ കടുത്ത പ്രീണനം നടത്തിയിട്ട് മതമൗലികവാദികൾ മറുകണ്ഠം ചാടി. ഇക്കാര്യം നന്നായി അറിയാമായിരുന്നിട്ടും CPMനും ഗോവിന്ദന്മാർക്കും മിണ്ടാട്ടമില്ല. ദേശീയ സാഹചര്യം വ്യത്യസ്തമാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്.